വറഹ്മത്തുള്ളാഹി വബറകാത്തു. കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒരു കൊച്ചു കഥയാണ്. ഹിജ്റക്ക് മുമ്പ് തിരുപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ താമസിക്കുമ്പോഴുള്ള ഒരു കഥ. പ്രവാചക ലബ്ധിയുടെ 11-ാം വർഷം. തിരുപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രിയപത്നി ഖദീജ ബീവിയും തിരുനബിക്ക് എല്ലാ അപകട സന്ധ്യയിലും താങ്ങും തണലുമായിരുന്ന അബൂ ത്വാലിബും മരണപ്പെട്ട വർഷം. ചരിത്രം ആ വർഷത്തെ ആമുൽ ഹുസ്ൻ എന്നാണ് പരിചയപ്പെടുത്തിയത്. തിരുനബിക്ക് ഏറെ പ്രിയപ്പെട്ട 2 പേർ ഒരേ വർഷം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. കൂട്ടുകാരെ, ഒന്നോർത്തു നോക്കൂ, മാനസികമായി ഒരു സാധാരണ മനുഷ്യൻ ഈ സമയത്ത് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? എന്നാൽ തിരുപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാം സഹിച്ചുകൊണ്ട് പ്രബോധന വഴിയിൽ ഉറച്ചു നിന്നു. പതിവ് പോലെ ആ വർഷത്തെ ഹജ്ജിന്റെ സമയമായി. ലോകത്തിന്റെ നാനാ തുറകളിൽ നിന്ന് വിശ്വാസികൾ ഹജ്ജിനായി മക്കയിലേക്ക് ഒഴുകി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ സ്വീകരിച്ചു, സത്യദീനിലേക്ക് ക്ഷണിച്ചു. പലരും മുഖം ചൊളിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചു നടക്കുന്ന ചിലർ മുഖം കൊടുക്കാൻ പോലും തയ്യാറായില്ല. അത്രയ്ക്കു വിഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ അവർ അവരുടെ മനസ്സിൽ കുത്തിവച്ചിരുന്നു. എന്നാൽ പതിവിന് വിപരീതമായി യസ്രീബിൽ നിന്ന് വന്ന ഒരു വാർത്തക സംഘം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചു. അവിടുത്തെ വാക്കുകൾ ശ്രവിച്ച ആ മനുഷ്യർക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലെ ശരികൾ ബോധ്യമായി. അവർ പരിശുദ്ധ ദീനിന്റെ സ്നേഹതീരമണ്ണു. അക്കാലത്ത് മദീന യുദ്ധത്തിൽ പേരുകെട്ട നാടായിരുന്നു. അക്കാലത്ത് മദീനയിൽ മക്കയിലെത്തിയ പ്രവാചകന്മാരെ കുറിച്ചുള്ള വാർത്തകൾ പരന്നിരുന്നു. എന്നാൽ മക്കയിലുള്ള ജൂതന്മാർ ഇതിനെ നിഷേധിക്കുകയും പ്രവാചകന്മാർ ജൂത സമൂഹത്തിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് അവർ വിശ്വസിച്ചിരുന്നു. പുതിയ പ്രവാചകന്മാർ വരുമ്പോൾ അവരുടെ കീഴിൽ അറേബ്യൻ നാട് കീഴടക്കാമെന്ന് അവർ വ്യാമോഹിച്ചിരുന്നു. അന്ത്യപ്രവാചകനായ തിരുപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നപ്പോൾ ഈ കാരണം കൊണ്ടാണ് അവർ വിശ്വസിക്കാതിരുന്നത്. ഹജ്ജിന്റെ വേളയിൽ ഇസ്ലാം സ്വീകരിച്ച് യസ്രീബിലേക്ക് പോയ ആ 6 പേർ പിന്നീട് മദീനയിൽ ഇസ്ലാമിക പ്രബോധന ദൗത്യം ഏറ്റെടുത്തു. അക്കാലത്ത് മദീന യുദ്ധത്തിൽ പേരുകെട്ട നാടായിരുന്നു. ഔസ് ഖസ്റജ് ഗോത്രങ്ങൾക്കിടയിലായിരുന്നു ഈ യുദ്ധങ്ങൾ നടന്നിരുന്നത്. ഇവർക്ക് യുദ്ധം ചെയ്യാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെ വേണ്ടിയിരുന്നില്ല. ഒട്ടകത്തിന്റെ കേറിന് വേണ്ടി പോലും അവർ വർഷങ്ങളോളം യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. അവർക്കിടയിൽ ഇസ്ലാം സമാധാനത്തിന്റെ ദൂത് പകരുകയായിരുന്നു. പിറ്റേ വർഷം ഹജ്ജിന്റെ വേളയിൽ ഔസ് ഖസ്റജ് ഗോത്രങ്ങളിൽ നിന്നുള്ള 12 പേർ മദീനയിൽ വരികയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയിലേക്ക് ക്ഷണിച്ചു. അന്നതമൂത്തിയ തങ്ങളുടെ പഴയകാല ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു പോകില്ലെന്ന് അവർ പ്രതിജ്ഞ ചെയ്തു. അവർക്ക് പരിശുദ്ധ ദീൻ അഭ്യസിക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരൻ മിസ്അബ് ഇബ്നു ഉമൈറിനെ അയച്ചു കൊടുത്തു. ഈ പ്രതിജ്ഞ എടുക്കലിനെ അഖബ ഉടമ്പടി 1 എന്ന പേരിൽ അറിയപ്പെടുന്നു. അടുത്ത വർഷം 75 പേർ മദീനയിൽ നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ മക്കയിലെത്തുകയുണ്ടായി. ഈ വരവിനെ അഖബ ഉടമ്പടി 2 എന്ന പേരിൽ അറിയപ്പെടുന്നു.
പിന്നീട് മദീന ഇസ്ലാമിക കേന്ദ്രമായി മാറുകയായിരുന്നു. ഹിജ്റയുടെ വേളയിൽ തങ്ങൾക്കുണ്ടായിരുന്ന മുഴുവൻ സമ്പത്തും മക്കയിൽ ഉപേക്ഷിച്ചു പോന്ന മുഹാജിറുകൾക്ക് മദീന അക്ഷരാർത്ഥത്തിൽ പങ്കുവപ്പിന്റെ മാതൃക കാണിച്ചു കൊടുത്തു. കൂട്ടുകാരെ, ഒന്നോർത്തു നോക്കൂ. നാം നമുക്കുണ്ടാവുന്ന വിഷമഘട്ടത്തിൽ നാം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറന്നാൽ നമുക്ക് പരിശുദ്ധ ദീനിന്റെ സ്നേഹത്തിരം അണിയാൻ കഴിയുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.